നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാമവിഗ്രഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഈ ജനുവരി 22-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുമെന്നാണ് പറയുന്നത്. ശ്രീ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ചടങ്ങിന് ഹിന്ദു ശാസ്ത്രപ്രകാരം പ്രസക്തിയില്ല എന്നാണ് പുരിയിലെ ഗോവർദ്ധൻ മഠത്തിലെ നിശ്ചലാനന്ദ സരസ്വതി സ്വാമികൾ പറയുന്നത്. കാരണം പണിപൂർത്തിയാവാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഹിന്ദു ശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പണിപൂർത്തിയാവാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയാൽ ആ വിഗ്രഹത്തിന്, പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ വിഗ്രഹത്തിന് ജീവൻ നൽകുന്ന അല്ലെങ്കിൽ അതിന് ശക്തി നൽകുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെ നടത്തിയാൽ ആ വിഗ്രഹത്തിന്, രാമവിഗ്രഹത്തിന് ശക്തി പകർന്നു നൽകാൻ, ജീവൻ പകർന്നു നൽകാൻ ആ പ്രാണപ്രതിഷ്ഠയിലൂടെ സാധിക്കില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ക്ഷേത്രമുണ്ടാക്കാനുള്ള എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പിന്മാറി, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം പിന്മാറിയിട്ടും അവിടെ നല്ല രൂപത്തിൽ ക്ഷേത്രമുണ്ടാക്കി പണി പൂർത്തിയാക്കി അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് പകരം ഹിന്ദു ശാസ്ത്രത്തിന് വിരുദ്ധമായിക്കൊണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അദ്ദേഹം സ്വയം നടത്തുകയാണ്. നമുക്കറിയാം, ഇത്തരം ചടങ്ങുകൾ യോഗികളായ എല്ലാം ത്യജിച്ചുകൊണ്ട്, ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള യോഗിവര്യന്മാരായ ആളുകളാണ് ഇത്തരം ചടങ്ങുകൾ നടത്തുന്നത്. അല്ലാതെ 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ട് ഈ 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഇത്തരം ചടങ്ങുകൾ ഏറ്റെടുത്ത് നടത്തുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾ, BJPയുടെ നേതാക്കൾ, RSSൻ്റെ നേതാക്കൾ ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന് ഹിന്ദു ശാസ്ത്രപ്രകാരം യഥാർത്ഥത്തിലുള്ള പ്രസക്തിയില്ല എന്നാണ് പുരിയിലെ ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചതിൻ്റെ യഥാർത്ഥ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്ന പ്രാണപ്രതിഷ്ഠ, അതായത് ഈ വിഗ്രഹത്തിന് ജീവൻ നൽകി അല്ലെങ്കിൽ ശക്തി നൽകിക്കൊണ്ട് അതിനുശേഷം വിഗ്രഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട പുരോഹിതന്മാർ സ്പർശിക്കുകയും ആ വിഗ്രഹത്തിന് ശക്തി പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇതേവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ പറയുന്നത് പല ക്ഷേത്രങ്ങളിലും പണി പൂർത്തിയാവാതെ വിഗ്രഹം വെച്ചിട്ടുണ്ട് എന്നാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ തെറ്റായി വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചതാണ് പുതിയ ക്ഷേത്രത്തിൽ ശാസ്ത്രത്തിന് വിരുദ്ധമായിക്കൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ന്യായീകരണമായിക്കൊണ്ട് BJPയും സംഘപരിവാറും പറയുന്നത്. അത് എത്ര കണ്ട് പ്രസക്തമാണെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തന്നെയുമല്ല, നേരത്തെ 1949 സ്വയംഭൂവായി എന്ന് പറയുന്ന ഒരു വിഗ്രഹം അവിടെയുണ്ട്. ആ വിഗ്രഹം ക്ഷേത്രത്തിൽ അവിടെ മാറ്റിവെക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ ഒരു ഭാഗത്ത് വെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും സ്വയംഭൂവായി എന്ന് പറയുന്ന വിഗ്രഹത്തിനല്ലേ ശക്തി കൂടുതൽ. പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദി 22-ാം തീയതി നടത്തുന്ന വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനേക്കാൾ പ്രസക്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ വിഗ്രഹത്തെക്കാൾ പ്രസക്തമായിട്ടുള്ളത് നേരത്തെ സ്വയംഭൂവായ രാമവിഗ്രഹമല്ലേ എന്നുള്ള ചർച്ച രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇതിനും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷേത്രങ്ങളെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേദിയാക്കുന്ന പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗവും നമ്മൾ കാണുകയുണ്ടായി. കേരളത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഏത് രൂപത്തിൽ നടത്തുന്നതിനും ആരും എതിരല്ല. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ സിനിമാ താരങ്ങൾക്കോ ഒക്കെ പങ്കെടുക്കാം. പക്ഷേ പവിത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തെ തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഒരു വേദിയാക്കി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി മാറ്റിയത് വളരെ നിന്ദ്യമായ, വെറുക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ആരാധനാലയവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിലപാടാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്കുള്ളത്. അതുകൊണ്ട് അത് ശരിയായ നടപടിയായില്ല. തന്നെയുമല്ല, സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് വിശുദ്ധ മാതാവിൻ്റെ തലയിൽ കിരീടം വെച്ചു കൊടുത്തു, വലിയൊരു സ്വർണത്തിൻ്റെ കിരീടം. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ആളുകൾ പറയുന്നത് അത് ക്യാമറമാൻ തട്ടിയെന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. പലതായിക്കോട്ടെ, എന്തൊക്കെ തന്നെ ആയാലും വിശുദ്ധ മാതാവ് ആ സ്വർണ്ണ കിരീടം തിരസ്കരിച്ചു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇതൊന്നും ഒരു ശരിയായ ഏർപ്പാടല്ല. വിവാഹങ്ങളായി നടക്കട്ടെ, പക്ഷേ അത്തരം വിവാഹങ്ങളിലൂടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഗുരുവായൂർ പോലെയുള്ള ഒരു പവിത്രമായ ക്ഷേത്രത്തെ ദുരുപയോഗം ചെയ്തത് സംഘപരിവാർ ചെയ്യുന്ന ഏറ്റവും മോശമായ ഏർപ്പാടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയിലെ BJPയുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ തരംതാണ ഏർപ്പാടിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മതപരമായ കാര്യങ്ങൾ മത നേതാക്കൾ ചെയ്യട്ടെ, അതിൻ്റെ യോഗ്യവര്യന്മാരായ ആളുകൾ ചെയ്യട്ടെ. അല്ലാതെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളിലൂടെ ഒരു വിഗ്രഹത്തിനും ശക്തി ലഭിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് ഷെയർ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.